ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് 3D മാക്സിൽ വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതായത് 3D മാക്സിലെ ടൂൾ ബാറിൽ വന്ന 2 ഓപ്ഷനുകളെ കുറിച്ചാണ്. ഈ ഓപ്ഷനുകളെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 3D മാക്സിൻ്റെ ഒരു ഫയലാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഫയലിലെ ടൂൾ ബാറിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഞാൻ മൗസ് കൊണ്ട് റൗണ്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് കാണാം. അതായത് വിയറ മെറ്റീരിയൽ ലൈബ്രറി ബ്രൗസറും അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് കോസ്മോസ് ബ്രൗസറും എന്നീ 2 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ ലൈബ്രറി നമ്മളുടെ മെറ്റീരിയൽ എഡിറ്റർ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്കാണ് കിടക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷന് നമുക്ക് നമ്മളുടെ 3D ഫയലുകളിൽ മെഷ് ഫയലുകൾ ആവശ്യമായി വരുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്നത് 3D ഗൂഗിളിൽ പോയിട്ട് 3D സ്കൈയിൽ നിന്നോ 3D ബ്രൂട്ടിൽ നിന്നോ 3D സിപ്പിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത മെഷ് ഫയലുകളാണ് നമ്മൾക്ക് ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നിങ്ങൾ 3D മാക്സ് ഫയലുകളിൽ വിയറ 5 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടൂൾ ബാറിൽ ഈ ഒരു ടൂൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെഷ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ അത് എങ്ങനെ എടുക്കാമെന്നതാണ് സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കൊറോണയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.